പച്ചക്കണിയാൻ, പച്ചപ്പക്കി, പച്ചത്തുള്ളൻ, പച്ചക്കുതിര, ഒരുപാട് പേരിൽ വിളിക്കുന്ന ഒരു പ്രത്യേക പക്കിയുണ്ട് അല്ലേ. ഒരു പുൽച്ചാടി വർഗത്തിൽപ്പെടുന്ന ഒരു സംഭവം. ഇത് നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ എന്താണ്ടൊക്കെ സംഭവിക്കുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഒരു പഴയ കഥയാണ് അത്. വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ എന്നൊന്നും അറിയില്ല അല്ലേ, ആർക്കും അറിയത്തില്ല. പക്ഷെ അതിൻ്റെ പിന്നിലൊരു സംഭവമുണ്ട്. അതായത് എപ്പോൾ വരണം, എങ്ങനെ വരണം, വന്നാൽ എന്താ സംഭവിക്കുക, ഇത് വലിയ സംഭവമാണ് ശരിക്കും. അതുകൊണ്ടാണ് പണ്ടുള്ളവർ ഇത് പറഞ്ഞു വെച്ചത്. നമസ്തേ രുദ്രധാര. നമ്മൾ ഇന്ന് പറയുന്നൊരു സംഭവം എല്ലാവരും ചിരിക്കുന്നൊരു സംഭവമാണ്. പക്ഷേ ഒരു സമയത്ത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാനും ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കഥയാണ് പച്ചക്കണിയാൻ. പക്ഷെ അന്ന് ഞങ്ങൾ പറയുന്നത് പച്ചപ്പക്കി എന്നാണ് പറയുന്നത്. പച്ചപ്പക്കി വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ സമ്പത്തും ഐശ്വര്യം ഏതാണ്ട് വരാൻ പോവുക, ലോട്ടറി അടിക്കാൻ പോവുക എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിൽ എന്താണ് സംഭവം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത്. പച്ചക്കണിയാൻ ഓരോ നാട്ടിൽ ഓരോ പേരുകളാണ്, അതായത് 6 നാട്ടിൽ 100 ഭാഷ. അപ്പോൾ അങ്ങനെ ഈ ആള് കണ്ടാൽ എങ്ങനെയിരിക്കും, ഇവിടെ ഞാൻ ആ തമ്പനയിലിനകത്ത് അദ്ദേഹത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അയാൾ എങ്ങനെയുള്ള ആളാണെന്നോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പെസ്റ്റാണോ, പെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ല, കീടമാണ് കേട്ടോ. അപ്പോൾ കീടനാശിനി ഉപയോഗിച്ച് സാധനം വരില്ല. അപ്പോൾ ചില വീടുകളിൽ ഇതിങ്ങനെ വരാറുണ്ട്, ചിലയിടത്ത് സ്ഥിരമായിട്ട് വരും. വയലേരിയയിലുള്ള വീടാണെങ്കിൽ അവിടെ മിക്കവാറും വരും. ഇയാൾ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഞങ്ങളുടെ നാട്ടിലൊരു കക്ഷിയുണ്ട്, അവിടുന്ന് തുടങ്ങാം. പുള്ളിക്കാരനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വലിയ ഒരു സംഭവമാണ്, വലിയൊരു കോൺട്രാക്ടറും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ മറ്റൊരു കക്ഷിയുണ്ട്, അദ്ദേഹം ഭയങ്കര ഒരു ബിസിനസ് മാനാണ്. ഈ രണ്ടുപേരും എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. പിന്നെ എൻ്റെ ചെറിയൊരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറയുന്നത് അവർക്ക് ബില്ല് മാറുന്ന സമയത്ത് അവരുടെ വീട്ടിൽ ഇത് വരും. മറ്റേ കക്ഷി പറയുന്നത് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്ന സമയത്ത് വരും, പക്ഷേ ഇന്ന സമയത്തൊക്കെ വന്നെങ്കിലേ അവർക്ക് മാറ്റം ഉണ്ടാവുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ പലരോടും അന്വേഷിച്ചു, പലരുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ട് ഇത് വന്നിട്ട്. അപ്പോൾ ശരിക്കും ഇതിനകത്തുള്ള സംഭവം എന്താണ് എന്നുള്ളത് പഠിച്ചിട്ടാണ് പച്ചപ്പക്കി എന്താണെന്ന് പറയുന്നത്. പച്ചക്കുതിര, പച്ചക്കണിയ, തുള്ളൻ, അങ്ങനെ ഒത്തിരി പേരുകളുണ്ടല്ലോ. അപ്പോൾ പല വലിപ്പത്തിലുള്ളതുണ്ടത്. പണ്ട് കാലത്ത് നമ്മൾ ഈ പാടങ്ങളില്ലേ, കണ്ടം, വയൽ എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒക്കെ അടുത്തുള്ള വീടുകളിൽ ഇത് സ്ഥിരമായിട്ട് വന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ശരിക്കും ഇത് വന്നിരുന്നത് അവിടെ നിന്നാണ് ഈ ഐതിഹ്യം തുടങ്ങുന്നത്. ഐതിഹ്യമല്ല, ഈ കഥ തുടങ്ങുന്നത്. ഇത് വരുന്ന സമയത്ത്, ഇത് വരുന്ന എപ്പോഴാണെന്നറിയാമോ? വിളവെടുക്കുമ്പോഴാണ്. വിളവിറക്കുമ്പോഴല്ല, വിളവെടുക്കുമ്പോൾ, അതായത് ഹാർവെസ്റ്റിംഗ് സീസൺ. ആ സമയത്താണ് ഈ സംഭവം അവിടെ നിന്ന് വരുന്നത്, ഈ വീടുകളിലേക്ക് വന്ന് കയറുന്നത്. സ്ഥിരമായിട്ടൊന്നും വന്ന് കയറത്തില്ലായിരുന്നു. അപ്പോൾ ഹാർവെസ്റ്റ് വരുമ്പോൾ നല്ല വിളവാണെങ്കിൽ, അതായത് തഴച്ചു വളർന്നെങ്കിൽ മാത്രമല്ല അതിനകത്ത് നല്ല വിളവുണ്ടാവും, എങ്കിലും ഇവർ വരത്തുള്ളൂ. ഇവർ അവരുടെ വീട്ടിലേക്ക് കയറി വന്നാൽ അതിൻ്റെ അർത്ഥം വിളവ് വർദ്ധിച്ചു, സോ സാമ്പത്തികമായിട്ട് ഉന്നമനം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് വെച്ചിട്ടാണ് ഈ കഥ ഉണ്ടായത്. പിന്നീട് കുറേ അന്വേഷിച്ചപ്പോൾ ഇയാളുടെ ശരിക്കും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് വലിയ ആയുസില്ല, വളരെ കുറഞ്ഞ ആയുസേ ഉള്ളൂ. വീട്ടിലോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ പല്ലിയോ പൂച്ചയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചാടി കയറി പിടിക്കൂ ഇതിനെ. അല്ലെങ്കിൽ ഇത് വീട്ടിൽ വന്നാൽ നമ്മൾ ഇത് ചത്ത് കിടക്കുന്നതും കാണും. ഇതിനകത്ത് ഒരു വിശ്വാസവും ഇല്ലാത്തവരും ഉണ്ട്. ഒരു പക്കി വരുന്നു, ഒരു പക്കിയൊക്കെ വരുമ്പോൾ എന്തോന്നടേ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നവർ വരും. വേറെ പണിയൊന്നും ഇല്ലയോ? ശരി, അവരോട് ഞാൻ പറയുക, നിങ്ങളുടെ വീട്ടിൽ ഇനി ഒരിക്കലെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളതിനെ ഒറ്റയടിക്ക് തല്ലിക്കൊല്ലും. ഒറ്റയടിക്ക് നിങ്ങളതിനെ കൊന്നു നോക്ക് എന്ന് തന്നെ ഞാൻ വെല്ലുവിളിച്ച് പറഞ്ഞു. 7-ാം ദിവസം അതിൻ്റെ എന്താണ് അനുഭവിക്കാൻ പോകുന്നത് എന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത് ചെയ്തവരിൽ നിന്നുമാണ് ഞാനിത് മനസ്സിലാക്കിയത്. എന്ത് നഷ്ടമാണ് വരാൻ പോകുന്നത്, എന്ത് നഷ്ടത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. സമ്പത്തിനെ സൂചിപ്പിക്കുന്നുവെങ്കിൽ അതിന് എതിരെ ഉണ്ടാവുന്ന എന്തെങ്കിലും ആക്രമണപരമായിട്ടുള്ള, അഗ്രസീവായിട്ടുള്ള എന്തെങ്കിലും ഒരു രീതിയിൽ അതിനോട് പ്രതികരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് നോക്കേ. വെറും ഒരു പുൽച്ചാടി, ആയുസ് വളരെ കുറഞ്ഞ ഒരു ദൈവത്തിൻ്റെ സൃഷ്ടി, അതിനെ പോലും ഉപദ്രവിച്ചാൽ അതിൻ്റെ പ്രതിപ്രവർത്തനം
എപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പോലെ അതിൻ്റെ പ്രതിപ്രവർത്തനം ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഥയിലേക്ക് പോവാം. ഇദ്ദേഹം വന്നാൽ എങ്ങനെയാണ്, വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സംഭവം എന്ന്. അതായത് പല വലിപ്പത്തിലുള്ളതുണ്ട്, ചെറുതും വലുതൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാളിങ്ങനെ വരുമ്പോൾ ചില വീട്ടിലോട്ട് വന്ന് കയറി ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഇയാൾ പകല് വന്നുകൂടാ, ഇയാൾ വരേണ്ടത് രാത്രിയിലാണ്, സന്ധ്യാനേരത്താണ് വരേണ്ടത്. സന്ധ്യാനേരത്ത് മഹാലക്ഷ്മി കടന്നു വരുന്ന ആ സമയത്ത് നമ്മുടെ ആ വീട്ടിലേക്ക്, സദനത്തിലേക്ക്, ഗേഹത്തിലേക്ക്, ഗേഹം എന്നാണേ, ഗേഹം എന്ന് പറഞ്ഞാൽ ഗൃഹം, ഗൃഹത്തിലേക്ക് വന്ന് കയറണം. വന്ന് കയറുമ്പോൾ അതിന് നമുക്ക് പാവിരിച്ച് സദ്യ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്താ ചെയ്യുക? കണ്ടു അതിനെ, ശരി, സന്തോഷം. അതെന്താ കഴിക്കുക? പുല്ലും മറ്റു കാര്യങ്ങളൊക്കെ. അത് മേടിച്ച് വീട്ടിനകത്തിട്ട് കൊണ്ടുവെക്കാൻ പറ്റുമോ? കാണുന്നവർ പറയും ഭ്രാന്താണ്. അപ്പോൾ എന്താ, അതവിടെ ഇരുന്നോട്ടെ എന്ന് തീരുമാനിക്കുക. രാവിലെ ആകുമ്പോൾ ചിലപ്പോൾ ചത്ത് വീഴും, സ്വാഭാവികം. കാരണം ആയുസില്ലാന്. ചിലപ്പോൾ പല്ലി പിടിക്കും, പുറത്ത് പോയി കഴിഞ്ഞാൽ കാക്ക കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട. സിംറ്റം മാത്രമാണ്, പ്രകൃതി കാണിച്ചു തരുന്ന സൂചന മാത്രമാണ്, ഒരു ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറയാം അല്ലേ, സൂചന. അത് മാത്രമാണ് ഈ പറയുന്ന പച്ചക്കണിയാൻ, പച്ചക്കുതിര എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം വരേണ്ട സമയം മനസ്സിലായി, സന്ധ്യാ നേരത്ത് വരണം. അല്ല രാത്രി 10 മണിക്ക് കയറി വന്നിട്ട് കാര്യമില്ല, പകൽ സമയത്ത് വന്നിട്ട് കാര്യമില്ല. സന്ധ്യാ നേരത്ത് അദ്ദേഹം വരണം. അദ്ദേഹത്തിനെ മാനിക്കുന്നു. എങ്ങനെ മാനിക്കുക? ഓ മഹാലക്ഷ്മി എന്നോ, അത്രേ ഉള്ളൂ. മഹാലക്ഷ്മി ആണല്ലോ സമ്പത്ത്. ആ മഹാലക്ഷ്മി നമ്മൾ എന്താ ഒന്ന് ഓർക്കുക. കാരണം എനിക്ക് തന്നല്ലോ, എന്താണ്, എന്തൊക്കെയോ പ്രശ്നമുണ്ടായിരുന്നു, ആ പ്രശ്നത്തിൽ നിന്നൊക്കെ ഒന്നും എനിക്ക് ഒരു റിലീഫ് ഉണ്ടാകുന്നു. ആ സൂചനയെ നമ്മൾ ബഹുമാനിക്കുക, മനസ്സുകൊണ്ട് ബഹുമാനിക്കുക. പുറത്തിങ്ങനെ കിടന്ന് അതിൻ്റെ തോഴണമെന്നല്ല ഈ മറ്റേ എവിടുത്തുകാർ കാണിക്കുന്ന പോലെ. അത് എവിടുത്തുകാരാന്ന് പറയുന്നില്ല, ഇനി അത് പ്രശ്നം ഉണ്ടാക്കുക. അതുകൊണ്ട് അങ്ങനെ പറയണില്ല. പിന്നെ എങ്ങനെ മനസ്സുകൊണ്ടൊന്ന് ഒരു സന്തോഷം, ഞാൻ അറിയുന്നു ഈശ്വര എന്ന് ഉള്ള ഒരിത് കാണിക്കുക. ആ പ്രകൃതിയുടെ സൂചനയെ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് വന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇത് നമ്മുടെ ശരീരത്തിൽ കയറിയാൽ, ശരീരത്തിൽ പ്രവേശിച്ചാൽ എന്താണ് പ്രത്യേകത? ആ ഇന്ന ആൾക്കാണ് അവിടെ സാമ്പത്തിക വരവുണ്ടാകുന്നത്, ആ ആൾക്ക് പുതുവസ്ത്രം കൂടി വരാൻ പോകുന്നു. നമ്മൾ പണ്ട് പറയാറില്ലേ, നമ്മുടെ കൈയുടെ നഖങ്ങളിൽ, ഇപ്പോൾ അങ്ങനെ ആർക്കും വരത്തില്ല, കൈയുടെ നഖത്തിൽ വെള്ളക്കുത്തുകൾ വരും. വെള്ളക്കുത്തുകൾ കൈയുടെ നഖത്തിൽ ഇങ്ങനെ താഴ്ഭാഗത്ത്, നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ, ഈ താഴ്ഭാഗത്തൊക്കെ വെള്ളക്കുത്തുകൾ വരും അടുപ്പിച്ചടുപ്പിച്ച്. അപ്പോൾ ആ കുത്തുകൾ നോക്കിയിട്ട് പറയും പുതുവസ്ത്രം വരാൻ പോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? അങ്ങനെയൊക്കെ പറയാറുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പുതിയ വസ്ത്രം വരാൻ പോകും കേട്ടോ, അതായത് ഓണക്കോടിയൊക്കെ വരാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇത് കുത്ത് വരുമ്പോൾ ഓടിപ്പോയി അമ്മമ്മയെ കാണിക്കും, അമ്മമ്മേ അപ്പം എന്താ പറയുക, പുതിയത് വരാനുണ്ട് എന്ന് പറയും. അപ്പോൾ എവിടെ നിന്നെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട്. അത് അനുഭവം ഉള്ളവർ ഒരുപാടുണ്ടാവും. അതൊരു വിശ്വാസമാണ്. എന്തു നല്ല വിശ്വാസങ്ങളായിരുന്നു, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചിലപ്പോൾ അടിയിൽ ഭയങ്കര മോശപ്പെട്ട കമൻ്റൊക്കെ വരും. പക്ഷേ കഴിഞ്ഞു പോയതൊന്നും മറക്കരുത്. നമ്മുടെ പാരമ്പര്യം, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ലെഗസി എന്നൊക്കെ പറയും, അതൊരിക്കലും മറക്കരുത്. നമുക്ക് പറഞ്ഞു തരാനുള്ളവർ, നമുക്ക് ആരാണ് പറഞ്ഞു തന്നത്, അവരെയൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെയുള്ളവർ ഒരിക്കലും മോശപ്പെട്ട കമൻറ്റൊന്നും ഇടത്തില്ല. ആരെയും മോശം പറയുകയല്ല, എങ്കിലും അങ്ങനെയുള്ളവർ ഒരിക്കലും മോശം കമൻറ്റ് ഇടയില്ല അല്ലേ. നല്ല അച്ഛനും അമ്മയ്ക്കും ഉണ്ടായവർ, നല്ലത് പറഞ്ഞു കൊടുത്തവർ. ഞാൻ അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് നല്ലത് പറഞ്ഞു തന്ന അച്ഛനും അമ്മയും, അങ്ങനെ വേണം പറയാം. നല്ല അച്ഛനും അമ്മയും, നല്ലത് പറഞ്ഞു തന്ന അച്ഛനും അമ്മയും, അപ്പനും അപ്പുപ്പന്മാരും അമ്മുമ്മമാരും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ചിന്തകളൊക്കെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ നമ്മളെ അതിങ്ങനെ സ്വാധീനിച്ചു കൊണ്ടിരിക്കും. എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വെച്ച് ഞാനങ്ങ് ബെറ്റർ ആയില്ല. ഈ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ഹ്യൂമൻ ബീങ് ആരാണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി പറയും there is no doubt it is God's time, that's me എന്ന് തന്നെ പറയാൻ എനിക്കിഷ്ടം. അല്ലാണ്ട് ഞാൻ മാറ്റി പറയില്ല. ഞാൻ അങ്ങനെ പറയും. ഞാൻ മറ്റൊരാളെ ഒരിക്കലും കുറ്റപ്പെടുത്തിയില്ല, കുറ്റം പറഞ്ഞിട്ടുമില്ല. ഇനി അറിയാത്ത പ്രായത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്നാലും നമ്മുടെ വിഷയം മാറിപ്പോകുന്നു. പച്ചക്കുതിര. ഈ പച്ചക്കുതിര വരുമ്പോൾ നമ്മുടെ ശരീരത്ത് വന്ന് സ്പർശിച്ചാൽ എന്താ സംഭവിക്കുക? നമുക്ക് നല്ല വസ്ത്രം വരാൻ പോകുന്നു, പുതുവസ്ത്രം വരാൻ പോവാ.
നമുക്കെന്താ പണത്തിൻ്റെ ഒരു ഫ്ലോ നമ്മളിലേക്ക് വരാൻ പോവുക. അതിൻ്റെ ഒരു സൂചന പിറ്റേ ദിവസം ലോട്ടറി ഒന്നും അടിക്കത്തില്ല. താൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും നല്ല കാര്യമുണ്ടോ, താനൊരു ജോലി ചെയ്ത് വെച്ചിട്ടുണ്ടോ, താൻ എന്തെങ്കിലും നന്മ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ, അതിൻ്റെ ഒരു ബലം നിങ്ങൾക്ക് വരും. അതാണ്. അല്ലെങ്കിൽ കിട്ടാനുള്ള പണം ഇങ്ങോട്ട് വരുന്നുണ്ട്, അതേ ഉള്ളൂ. അല്ല വെറുതെ ഇരുന്നിട്ട് പിറ്റേ ദിവസം പോയിട്ട് ഇന്നലെ പച്ചക്കണിയാൻ വന്നു അതുകൊണ്ട് ലോട്ടറി എടുക്കുന്നു, അങ്ങനെ ഒന്നും ചെയ്യതേക്കല്ലേ. ഉള്ള കാശും കൂടെ പോകും, ആ 50 രൂപയും കൂടെ പോയി കിട്ടും. അപ്പോൾ ഇനി വരേണ്ട ആളെങ്ങനെ ഉള്ളതാണെന്ന് പറയാം. അയാൾക്ക് വലിയ കൊമ്പുകൾ ഉണ്ടാവണം, ആൾ കുഞ്ഞനായിരിക്കണം. ഒരുപാട് വലുതായി കഴിഞ്ഞാൽ ഇനിയും കാലതാമസം എടുക്കുമെന്നാണ് പറയുന്നത്. അതൊരു വലിയ എമൗണ്ടൊക്കെ ആയിരിക്കും, പക്ഷെ കാലതാമസം അതുപോലെ വലിയ കാലതാമസമായിരിക്കും. ഒരു കുഞ്ഞൊരാളാണ് വരുന്നതെങ്കിൽ നമ്മുടെ പെട്ടെന്നുള്ള പ്രശ്നങ്ങളൊക്കെ തീരത്തില്ലേ? അപ്പോൾ നമുക്ക് അതല്ലേ വേണ്ടത്? യെസ്. അപ്പോൾ അങ്ങനെ കുഞ്ഞനാൾ വരുമ്പോൾ എന്ത് ചെയ്യുക? മനസ്സുകൊണ്ട് അതിനെ സ്വീകരിക്കുക, ദേവിയുടെ സാന്നിധ്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുക. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടുത്തെ എല്ലാ ചരാചരങ്ങളിലും സർവ്വചരാചരങ്ങളിലും ഈശ്വരാംശമുണ്ട് എന്ന് സനാതന ധർമ്മം പഠിപ്പിക്കുന്ന അതാണ്. കല്ലിലും മണ്ണിലും തൂണിലും തുരുമ്പിലും ഒക്കെ എന്തുണ്ടെന്നാണ് പറയുന്നത്? അത് തന്നെ. അപ്പോൾ അതിനെയൊക്കെ അങ്ങനെ കാണാൻ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം വരുമ്പോൾ അതൊരു സൂചനയായി കണക്കാക്കുക, നന്മയുടെ സൂചന. എങ്കിൽ മാത്രമേ ദുസ്സൂചന കൂടി അയക്കുകയുള്ളൂ. ദുസ്സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെട്ട സൂചന. എന്താ മോശപ്പെട്ട സൂചന? ഇതേ സമയത്ത് വെട്ടിൽ എന്ന് പറയുന്ന ഒരു സാധനം വരും. വെട്ടിൽ കിളിയല്ല, വെട്ടിൽ എന്ന് പറയും. അതായത് ഒരു കറുത്ത പക്കി, ഇയാളുടെ അതേ രൂപമായിരിക്കും, അല്ലെങ്കിൽ നിലത്തെഴയും ഭയങ്കരമായിട്ട്. ഇദ്ദേഹം ചാടുമെങ്കിൽ അയാൾ എഴയും. ഞങ്ങളുടെ നാട്ടിൽ വെട്ടിൽ എന്നാണ് പറയുന്നത്. ഇനി മറ്റു നാട്ടിൽ എന്താ പേരെന്ന് എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ഈ വെട്ടിൽ എഴയുന്ന ഒരു സാധനമാണ്. കണ്ടു കഴിഞ്ഞാൽ വലിയ രസമൊന്നുമില്ല കക്ഷി. എടാ മോനെ വന്നു കഴിഞ്ഞാൽ കടത്തോട് കടമായിരിക്കും. മേടിക്കാൻ പൈസയൊക്കെ വരും, പക്ഷെ കടമായിരിക്കും. അത് അന്യായ കടമായിരിക്കും വരാൻ പോകുന്നത്. ഒന്നുകിൽ ലോണായിരിക്കും, അല്ലെ ബാധ്യതകളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ കടം മേടിക്കും, നമ്മൾ ഭക്ഷണത്തിന് കടം മേടിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതാണ് ഈ എതിർവശവും കൂടെ ഉണ്ടല്ലോ. ഒരു ഓപ്പോസിറ്റ് സൈഡ് കാണുമല്ലോ എപ്പോഴും. ഈ ഓപ്പോസിറ്റ് കക്ഷി ഇതാണ്. ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലുന്ന ടീമുകളെ എനിക്കറിയാം. അങ്ങനെ ഒന്നും ചെയ്യരുത്. അതും സൂചനയാണ്, സൂചനയായിട്ട് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഏത് ജീവി നമ്മുടെ വീട്ടിലേക്ക് വന്നാലും അവർ കൂടെ ഉള്ളതാണ് ഈ ലോകം എന്ന് കരുതുക. അവർ കൂടെ ഉള്ളതാണ് ഈ ലോകം, അത്രയേ ഉള്ളൂ. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നല്ലതായതുകൊണ്ടൊന്നുമല്ല പറയുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞു. നമ്മൾ ഒരാളെയും ഒന്നിനെയും ഒരു പുൽക്കുടിയെ പോലും നോവിക്കാതിരിക്കുക. ഇത്രയും തത്വം പറയുന്നതിനായിരിക്കും നാളെ ഓപ്പോസിറ്റ് പരിപാടി കാണിക്കുന്നത്. അങ്ങനെയുണ്ട്. അങ്ങനെ എനിക്ക് കാണിക്കേണ്ടി വന്നാൽ പിന്നെ നിങ്ങൾ എന്നെ കാണില്ല, അത്രയേ ഉള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. എൻ്റെ തത്വം അങ്ങനെ തന്നെയാണ്. ഞാൻ മറ്റുള്ളവരുടെ തത്വങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല. അതായത് ഇന്നത്തെ ജനത പറയുന്ന തത്വങ്ങളിൽ ഞാൻ വിശ്വസിക്കാത്ത ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു ക്ഷേത്രത്തിൽ പോയി. ഭയങ്കര മഹാക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ കുംഭം, അതിൻ്റെ വെയിറ്റും അതിൻ്റെ ഉയരം, അതെങ്ങനെ മുകളിൽ കയറിയെന്ന് ചിന്തിച്ചിട്ട് അതിനൊരു എത്തും പിടിയും കിട്ടിയില്ല. ക്രെയിനില്ലാത്ത കാലഘട്ടത്തിൽ അങ്ങനെ ഒരു നിർമ്മിതി, ബൃഹദേശ്വര ക്ഷേത്രം എന്നാ പറയുക. ആ നിർമ്മിതി എങ്ങനെ ഉണ്ടായി എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എനിക്കതിനുള്ള ആൻസർ കിട്ടിയില്ല. പക്ഷേ ചിന്തിച്ചിട്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യും. അതിനെക്കുറിച്ച് അന്വേഷിച്ച് പഠിച്ചിട്ട്, അതായത് തഞ്ചാവൂരുള്ള വൈദ്യനാഥൻ്റെ ബൃഹദേശ്വര കോവിൽ ചേര സാമ്രാജ്യ കാലഘട്ടത്തിലെ ആ കോവിൽ എങ്ങനെ നിർമ്മിച്ചു എന്നുള്ളത്, നിർമ്മിതിയെക്കുറിച്ചാണ്. അന്നത്തെ വാസ്തുവിദ്യ ശൈലി എന്തായിരുന്നു. പക്ഷേ ഈ ഗോതിക് ശൈലിയുമായിട്ട് അതിനൊരു ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അറിയില്ല, പഠിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം അതിനെക്കുറിച്ച് പറയും. എങ്ങനെയായിരുന്നു ക്രെയിനില്ലാത്ത കാലഘട്ടത്തിൽ എങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിച്ചു എന്നുള്ളതും. അതിനെക്കുറിച്ച് പഠിക്കാനും അറിയാനുമുള്ള അറിവും ആരോഗ്യവും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, പച്ചക്കുതിര വന്നാൽ സമ്പത്ത്, സമയം പറഞ്ഞു സന്ധ്യാനേരം, പുറത്ത് വന്നാൽ പുതുവസ്ത്രം, ഒപ്പം സമ്പത്തും, വീട്ടിനുള്ളിലേക്ക് വന്നാൽ വലുത് വന്നാൽ കാലതാമസം എടുക്കും, പക്ഷെ വരും. ചെറുത് വന്നാൽ പെട്ടെന്ന് കാര്യം. അപ്പോൾ ചെറുത് വരട്ടെ എല്ലാവർക്കും. അപ്പോൾ ഓക്കെ അല്ലേ? എല്ലാവർക്കും ഞാൻ പറഞ്ഞത് കിട്ടിക്കാണും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ അധ്യായം ഞാൻ അവസാനിപ്പിച്ചോട്ടെ. അപ്പോൾ സന്തോഷം.